ഫ്രൈഡേ ആയാലും എല്ലാവരും പറയും, അതായത് അയ്യോ നാളെ ട്യൂഷൻ ഉണ്ട്, നാളെ ട്യൂഷന് പോകണം, അപ്പോൾ നാളെ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട്, ട്യൂഷന് പോകാണ്ട് മുങ്ങാലോ. അങ്ങനെ നിങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൽ ഇപ്പം ശനി ഞായറും പോയി, ഞായറാഴ്ച നിങ്ങൾ വന്നു, ഒരു 6 മണിക്കൊക്കെ വന്നു, റിവിഷനാണ് വീട്ടിൽ നിന്ന് നടക്കേണ്ടത്, അല്ലാതെ വെറുതെ രണ്ടാമതിരുന്ന് പഠിക്കല്ല. ഹേ ഹലോ, ഇറ്റ്സ് മീ യു എയ്സ്തെറ്റിക് മലയാളി ഹിയർ ബാക്ക് വിത്ത് എ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ആൾക്കാരുടെ ഒരു കൺസേൺ ആണ്. അതായത് ഒരു 6th തൊട്ട് നമുക്ക് ഒരു വീട്ടിൽ നിന്നൊരു പ്രഷർ വരും, അതായത് ട്യൂഷന് പോകണം, അതും ഓഫ്ലൈൻ. നിർബന്ധമായും ട്യൂഷന് പോയില്ലെങ്കിൽ നീ പഠിക്കൂല, നിൻ്റെ ഭാവി തകർന്നു പോകും, അങ്ങനെയാണ് പൊതുവേ കുട്ടികളെ പറഞ്ഞിതാക്കുന്നത്. അപ്പം ചെറുപ്പത്തിലേ ഞാൻ കാണുന്നതാണ്. ഞാൻ ഒരിക്കലും ഓഫ്ലൈൻ ട്യൂഷന് പോയ ഒരാളല്ല, ഇതുവരെ ഞാൻ ഓഫ്ലൈൻ ട്യൂഷന് പോയിട്ടില്ല. അപ്പം ഞാൻ സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഫ്രൈഡേ ആയാലും എല്ലാവരും പറയും, അതായത് അയ്യോ നാളെ ട്യൂഷൻ ഉണ്ട്, നാളെ ട്യൂഷന് പോകണം, അപ്പോൾ നാളെ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട്, ട്യൂഷന് പോകാണ്ട് മുങ്ങാലോ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ആർക്കോ വേണ്ടി ട്യൂഷന് പോകുന്ന രീതിയിലാണ് പല കുട്ടികളും, ഞാൻ എല്ലാവരും പറയുന്നില്ല, ഓൾമോസ്റ്റ് കുറേ കുട്ടികളും അങ്ങനെയാണ് ട്യൂഷനെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്യൂഷൻ നിങ്ങൾക്ക് വേണം വേണ്ട എന്നുള്ളത് ഒരിക്കലും ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും ഡിസൈഡ് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് ഓൾ അപ്പ് ടു യു. നിങ്ങളാണ്. അതായത് ഒരാൾക്ക് ചിലപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുക. അതായത് ഒരു ടീച്ചർ മുന്നിൽ വന്നിട്ട് ദേ ആർ കണ്ടക്ടിങ് എക്സാംസ് എവറി വീക്ക് എവറി മന്ത്, ആൻഡ് ആ ഒരു ടീച്ചേഴ്സ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അപ്പോൾ തന്നെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നു, വീട്ടിൽ നിന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുന്നു. ഈ ഒരു സിസ്റ്റം ഇഷ്ടമുള്ള ഒരാൾക്ക് എപ്പോഴും ഓഫ്ലൈൻ ക്ലാസ്സിലേക്കും പ്രിഫർ ചെയ്യുക. ഇനി അതല്ലാതെ ബാക്ക്വേർഡ് ഒരു പുഷൊന്നും വേണ്ട, സ്വന്തമായിട്ട് തന്നെ ഒരു മനസ്സിൽ ഒരു ഇതുണ്ട്, അതായത് പഠിക്കണം, ക്ലാസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യണം, ബാക്ക്ലോഗ്സ് ഒന്നും വെക്കാതെ പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആൾക്ക് ഡെഫിനറ്റ്ലി വീടിൻ്റെ കംഫോർട്ട് സോണിൽ ഇരുന്നിട്ട് ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ് കാണാം. അപ്പം ഇറ്റ്സ് ഓൾ അപ്പ് ടു യു. നിങ്ങൾ തീരുമാനിക്കണം. ഇത് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട്, അതായത് രണ്ടും സിസ്റ്റമാറ്റിക് ആണ്. അതായത് ഓഫ്ലൈൻ ആകുമ്പോൾ അവർ സ്പൂൺ ഫീഡ് ചെയ്യും, ഓൺലൈൻ ആകുമ്പം നമ്മൾ മാത്രമേ ഉള്ളൂ ടീച്ചറായിട്ടും മെൻറ്ററായിട്ടും ഒരു സ്റ്റുഡൻ്റായിട്ടും എല്ലാം നമ്മൾ തന്നെ ആ ഒരു 3 കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യണം. സോ റിസ്ക് കുറച്ച് കൂടുതലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് പലപ്പോഴും ഓൺലൈൻ ക്ലാസ് ആണ്. കാരണം ഫംഗ്ഷനൊക്കെ എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ തിരിച്ച് വന്നാൽ ബാക്കി കാണാം. ഇനി ഇടയ്ക്ക് നമുക്ക് ഒരു പഠിച്ച കാര്യം മറന്നു എന്നുണ്ടെങ്കിൽ വീണ്ടും എടുത്തിട്ട് റെക്കോർഡഡ് ആയിട്ട് അവിടെ കിടക്കും, അതെടുത്ത് നോക്കാം. സോ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പം ഇത് ഏതാണ് വേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഒരു ഗൈഡൻസ് പോലെ തരുന്നതേ ഉള്ളൂ. അതായത് എന്താണ് ശരിക്കും ഓഫ്ലൈൻ, എന്താണ് ഓൺലൈൻ ക്ലാസ്, ട്യൂഷൻ എന്താണ് സംഭവം, ഇത് രണ്ടും എങ്ങനെ ബാലൻസ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് രണ്ടും നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യണം. ട്യൂഷന് പോയി കഴിഞ്ഞാൽ തുടങ്ങിയ ഒരാൾക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യാമെന്ന് ഒരിക്കലും നിൽക്കരുത്. അതായത് നിങ്ങൾ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ അതെങ്ങനെ നിങ്ങൾ ബാലൻസ് ചെയ്യണം, എന്നിട്ടൊരു സക്സസ്ഫുൾ അക്കാഡമിക് ഇയർ നല്ലൊരു ഫുൾ മാർക്കോടുകൂടി നിങ്ങൾ എങ്ങനെ പാസ് ഔട്ട് ആവണം എന്നുള്ളൊരു ഗൈഡൻസ് ആണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഇതെല്ലാവരുടെ ഒരു കൺസേൺ ആയ സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ചധികം തന്നെ സംസാരിക്കേണ്ടതുണ്ട്. അതായത് ഒരാഴ്ചയിൽ നമ്മൾ 5 ദിവസം സ്കൂളിലും 2 ദിവസം ട്യൂഷനിലും ആയിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. അപ്പം നിങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൽ ഇപ്പം ശനി ഞായറും പോയി, ഞായറാഴ്ച നിങ്ങൾ വന്നു, ഒരു 6 മണിക്കൊക്കെ വന്നു, തിരിച്ച് വന്നു, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ നോട്ട് റിവൈസ് ചെയ്യുക. ഇനി പല കുട്ടികളും ചെയ്യുന്നത് എന്താ വെച്ചാൽ ട്യൂഷൻ ക്ലാസ്സൊന്നും മനസ്സിലായില്ല, സ്കൂളിൽ നിന്ന് ചിലപ്പോൾ മനസ്സിലാവാത്ത ഒരു ടോപ്പിക്കായിരിക്കും, വേറെ എന്തെങ്കിലും ഒരു ഓൺലൈൻ റിസോഴ്സ് ഉപയോഗിച്ചിട്ട് സ്വന്തമായിട്ട് റിസ്ക് എടുത്ത് പഠിക്കാൻ നോക്കും. അപ്പോൾ പിന്നെ അവിടെ പോയാൽ ഞാൻ ആരായി എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് തന്നെ ചോദിക്കേണ്ട അവസ്ഥ. അതായത് രണ്ടാമതൊരു റിസ്ക് എടുക്കാണ്ടിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അതായത് ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിങ്ങൾ എൻജോയ് ചെയ്തോ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ ട്യൂഷന് പോയെങ്കിലും എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കണം, എന്നാലത് വേർത്താവത്തുള്ളൂ. 2 സ്ഥലത്ത് ഒരേ സംഭവങ്ങളാണ് പഠിപ്പിക്കുന്നത്. എവിടെയാണ് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നുമെങ്കിൽ അവിടെ എങ്കിലും വൃത്തിക്കിരുന്നാലേ ആ ഒരു പൈസ, ഒരു 50,000 60,000 കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ വേർത്താവത്തുള്ളൂ. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സൺഡേ നിങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു നോട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യാനുള്ള ഒരു ടൈം വെക്കുക. എന്നിട്ട് നിങ്ങൾ മൺഡേ സ്കൂളിലേക്ക് പോകുമ്പോൾ ചിലപ്പം വേറിട്ടൊരു ചാപ്റ്റർ തന്നെ ആയിരിക്കും എടുക്കുക. ട്യൂഷൻ ക്ലാസ്സിൽ 12ാമത്തെ ചാപ്റ്റർ എത്തിയിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ 2ാമത്തെ ചാപ്റ്ററൊക്കെ ആയിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച ട്യൂഷൻ ക്ലാസ്സിൽ എന്തൊക്കെയാണോ പഠിപ്പിച്ചത് അത് റിവൈസ് ചെയ്യാം. എന്നിട്ട് സ്കൂളിൽ നാളെ എന്താ എടുക്കാൻ പോകുന്നുള്ളൊരു ബോധം, സാധാരണ ഒരു മര്യാദയ്ക്ക് സ്കൂളിൽ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഒരു ബോധം ഉണ്ടാവുമല്ലോ. ഇന്ന് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ലിവിങ് വേൾഡ് എടുക്കുകയാണ്. അതിൽ ഇന്നെന്ന ഒരു കിങ്ഡം എത്തി, അല്ലെങ്കിൽ ആനിമൽ വേൾഡ് എടുക്കാം. ഓക്കെ, അതിൽ ഇന്നെന്ന കിങ്ഡം ഇതെത്തി. അപ്പോൾ അടുത്തതായിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയായിരിക്കും, അടുത്ത എക്സാം ആയിരിക്കും, അല്ലെങ്കിൽ അടുത്ത സാർ എടുക്കുമ്പോൾ ഇന്ന ടോപ്പിക്കായിരിക്കും എന്നുള്ളൊരു വിവരം നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, അക്കാര്യങ്ങൾ സ്കൂളത്തെ നോട്ട് അല്ലാതെ ട്യൂഷൻ ക്ലാസ്സിൽ അതൊക്കെ അന്നേ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ ആ നോട്ട് നാളെ എന്താണോ സ്കൂളിൽ എടുക്കാൻ പോകുന്നത് ആ ഒരു ടോപ്പിക്കിൻ്റെ നോട്ട് തലേന്ന് ഞായറാഴ്ച നിങ്ങൾ വായിച്ചു നോക്കുക.
അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു മനസ്സിലാവില്ല നാളെ സ്കൂളിൽ എന്താ എടുക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകുക. കാരണം ട്യൂഷൻ ക്ലാസ് നിങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞ് പഠിച്ച് സെറ്റായിരിക്കും. എന്നിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് പോകേണ്ടപ്പോഴാണ് ലോങ് ടേം മെമ്മറിയിൽ നിൽക്കാതെ അത് മറന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ തലേന്ന് ഇതൊക്കെ വായിച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ ദർ ഇസ് സംതിങ് ഇനഫ് ടു റിലേറ്റ്. അതായത് ടീച്ചർ എന്തോ അവിടെ എടുക്കുന്നു, എനിക്കിത് മനസ്സിലാവുന്നില്ല, എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ, ട്യൂഷൻ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണല്ലോ എന്നൊക്കെ പറയും. അല്ലാതെ ചെയ്യാനറിയില്ല. അപ്പോൾ തലേന്ന് നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ സ്കൂളിൽ പോയാൽ നമുക്ക് ടീച്ചർ ഒരു ഡെറിവേഷനാണ്, ലെറ്റ്സ് സേ ഒരു ഡെറിവേഷൻ ആണെങ്കിൽ പകുതി എത്തുമ്പോൾ നമുക്ക് ടീച്ചർ പകുതി എത്തുമ്പോൾ നമ്മൾ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടൂലേ. അപ്പോഴാണ് നമുക്ക് സ്കൂളത്തെ പഠനം കൂടി എൻജോയബിൾ ആവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മാത്സ് ഒക്കെ പ്രത്യേകിച്ച് ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നു. അല്ലാതെ ട്യൂഷൻ ക്ലാസ്സിലെ നോട്ടും കൂടി നിങ്ങൾ റിവൈസ് ചെയ്യാതെ പോയാൽ സ്കൂൾ നിങ്ങൾക്ക് ഒന്നും റിലേറ്റ് ചെയ്യാൻ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ആൻസറും കിട്ടില്ല, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വെറുതെ പണിഷ്മെൻറ്റും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളൊക്കെ ലീവാക്കി വെറുതെ ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ തോന്നും. അപ്പോൾ പിന്നെ ട്യൂഷനും ഇല്ല, സ്കൂളും ഇല്ല, ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നിങ്ങൾ എക്സാം എഴുതി പോകേണ്ടി വരും. അതാണ് ഉണ്ടാവാൻ പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഇത് രണ്ടും ബാലൻസ് ചെയ്യേണ്ടത്. ഒരിക്കലും നമുക്ക് സ്കൂളിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ല, ഒരിക്കലും ഈ പൈസ കൊടുക്കുന്ന ഈ ട്യൂഷൻ ക്ലാസ്സിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് സ്പെഷ്യൽ ക്ലാസ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, സ്കൂളിൽ എക്സാം ട്യൂഷൻ എക്സാം ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓൺലി വേ ഈസ് ടു ബാലൻസ് തിങ്സ്, റൈറ്റ്? അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തലേന്ന് റിവൈസ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ റിലേറ്റബിൾ ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് സ്കൂളിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കൂളിൽ 8 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വേർത്താവണ്ടേ നമുക്കല്ലേ. അല്ലാതെ വെറുതെ അവിടെ പോയി ഉറങ്ങിയിട്ട് ഒരു കാര്യമില്ല, വീട്ടിൽ പോയി ഉറങ്ങാൻ പറയും ടീച്ചേഴ്സ് അല്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അപ്പോൾ സ്കൂളിൽ അത് ചെയ്യുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ബ്രേക്ക് ടൈമിൽ നിങ്ങൾ റെക്കോർഡ്, നമുക്ക് +2 റെക്കോർഡ് ഉണ്ട്, നിങ്ങൾക്ക് റെക്കോർഡില്ല +1 സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എന്തായിക്കോട്ടെ, നോട്ട് എഴുതാനുണ്ടാവുമല്ലോ സ്കൂളത്തെ. അതിന് വീട്ടിൽ പോയിട്ട് രണ്ടാമത് എഴുതേണ്ട ആവശ്യമില്ല. നോട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൽ നോട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് സ്കൂളത്തെ നോട്ട് വെറുതെ വീട്ടിലിരുന്നാൽ ആ സമയം വേസ്റ്റ് ആവില്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ബ്രേക്ക് ടൈമിൽ ഈ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ എൻജോയ് ചെയ്യണം, ഒരിക്കലും എൻജോയ് ചെയ്യാണ്ടിരിക്കാൻ ഞാൻ പറയില്ല. ഫസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി ടു യുവർ സ്റ്റഡീസ്. ഫസ്റ്റ് നിങ്ങൾ ആ സ്റ്റഡിക്ക് പ്രയോറിറ്റീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഇയർ ഉണ്ടാവും. ബിക്കോസ് +1 ആൻഡ് +2 ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ ലൈഫ്. അതായത് നീറ്റ് ഓർ ജെയ്ക്ക് പോകുന്ന ഒരാൾക്ക് വലിയ പെർസെൻറ്റേജ് ഒന്നും +2 വേണ്ടെങ്കിലും ഡിഗ്രിക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ടൈറ്റാണ്, ഭയങ്കര കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ സ്കൂളിൽ നാളെ സ്പെഷ്യൽ ക്ലാസ് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ട് സമാധാനമായി ട്യൂഷന് പോകണ്ടല്ലോ. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും, പൈസ കൊടുത്തിട്ട് പിന്നെ എന്തിനാ ട്യൂഷന് ചേർന്നേ? അതായത് ഏതോ അച്ചാച്ചനോ അമ്മാമ്മയോ മാമനോ അമ്മയോ എന്നൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ട്യൂഷന് പോകേണ്ട ആവശ്യമില്ല. അതായത് ചില കുട്ടികളുണ്ട്, അതായത് വീട്ടിലിങ്ങനെ പ്രത്യേകിച്ച് ബോയ്സൊക്കെ ഇങ്ങനെ തിരഞ്ഞു കളിക്കും. അപ്പോൾ അവരുടെ ട്യൂഷന് കൊണ്ടുപോയി ചേർത്ത് ഒരു വൃത്തിയിൽ പഠിക്കും. അപ്പം ആ ട്യൂഷൻ മുന്നോട്ട് നല്ലോണം പോകുന്നവരോടല്ല ഞാൻ ഈ പറയുന്നത്. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ അമ്മമാരും അച്ഛനും ഒക്കെ ഉന്തി വിട്ടിട്ട് അവിടെ പോവും, ഒരു ഇഷ്ടമില്ലാണ്ട് ഇങ്ങനെ പോവും, എന്നിട്ട് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ട്, ഭയങ്കര സന്തോഷം സ്കൂളിൽ ട്യൂഷനും ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ പൈസ കൊടുക്കുന്നത് പഠിക്കുന്നുണ്ടെങ്കിൽ അത് വൃത്തിയാക്കാൻ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. കാരണം നിങ്ങളുടെ പാരൻസിൻ്റെ ഏറ്റവും വിലപ്പെട്ട പൈസയാണ് നിങ്ങളവിടെ കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങളുടെ ബെസ്റ്റ്, ഞാനൊരിക്കലും പറയുന്നില്ല എല്ലാത്തിനും ഫുൾ മാർക്ക് വാങ്ങാനല്ല, നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ ഒരു ബെസ്റ്റ് നിങ്ങൾക്കറിയാലോ. അതായത് ഒരാൾക്ക് ഇപ്പം 80-ൽ 72 കിട്ടുന്നതായിരിക്കും അവൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റായിട്ടുള്ള, അവൻ്റെ ബെസ്റ്റ് കൊടുത്തിട്ടായിരിക്കും അത് കിട്ടുന്നത്. എന്നിട്ടും അവൻ ചിന്തിക്കും ഇനി എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഒരാളുടെ ബെസ്റ്റാണ് ഞാൻ പറയുന്നത്. അത്രയും നിങ്ങളുടെ ബെസ്റ്റ് ട്രൈ ചെയ്യുക. കാരണം ഈ ഒരു +1 +2 കാലഘട്ടം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു അക്കാഡമിക് ഇയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരേ കാര്യം എന്ന് വെച്ചാൽ പഠിക്കാനാണ്. ചോറും കറിയും വെക്കണ്ട, ഒന്നും ചെയ്യണ്ട. അപ്പോൾ പിന്നെ പഠിക്കുന്നതിൽ നല്ലോണം ഫോക്കസ് ചെയ്താൽ എന്താ, ചില്ല് ചെയ്യണം, എൻജോയ് ചെയ്യേണ്ട സമയം എൻജോയ് ചെയ്യണം. ഈ ഒരു ബാലൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എവ്രി വൺസ് ലൈഫ്. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് യൂട്യൂബും പഠിത്തം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇടയ്ക്ക് ഞാൻ ഭയങ്കര യൂട്യൂബ് കൺസിസ്റ്റൻ്റ് ആവും, അപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ഞാൻ യൂട്യൂബിലൊന്നും ഡൗൺ ആകുമ്പോൾ അത് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു ബാലൻസ് എനിക്ക് പോലും ചിലപ്പം കിട്ടാറില്ല. അപ്പം ഞാനിപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷനിലാണ്, എന്താണ് ഇപ്പോൾ ഇങ്ങനെ ബാലൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ ഒരു ലിമിറ്റ് ഉണ്ടാവണം. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചൊരു സംഭവമാണ്, നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവണം. അതായത് ഇപ്പോൾ നമ്മൾ പഠിക്കുക, അപ്പോൾ ആരെങ്കിലും അപ്പുറത്തെ വീട്ടിൽ വന്ന് വിളിച്ചിട്ട് ഇവിടെ പരിപാടി ഉണ്ട് നമുക്ക് പോയാലോ. അപ്പോൾ ഞാൻ ആലോചിക്കണം, ഇന്ന് എനിക്ക് വേറെ എന്തെങ്കിലും പ്രയോറിറ്റൈസ്ഡ് ആയിട്ടുള്ള ടാസ്ക് ഉണ്ടോ, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ടൈം കൊടുക്കുന്നത് അത് എനിക്ക് തന്നെ നല്ലതേ വരുള്ളൂ. അല്ലാതെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള ടാസ്കൊക്കെ മാറ്റി വെച്ചിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നത് ഇറ്റ്സ് നോട്ട് ഫെയർ ആക്ച്വലി. അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് ലിമിറ്റ് വെക്കുക. ഫോൺ കുറേ സമയം നോക്കി ഇനി കുറച്ച് പഠിക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. എല്ലാത്തിനും ലിമിറ്റ് വെക്കുക, ഒന്നും ഓവറാവാണ്ടിരിക്കുക. അപ്പോഴാണ് ആ ഒരു ബാലൻസ്ഡ് ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു അക്കാഡമിക് ഇയർ ആയാലും ലൈഫായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് രണ്ടും ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാവണം. എപ്പോഴും ട്യൂഷന് പോവുക, മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ കൺസിസ്റ്റൻസി ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ടു ട്രാക്ക് ആവാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഒരു ദിവസം നമ്മൾ പരിപാടി ഒന്നും ചെയ്തില്ല, പഠിക്കൊന്നും ചെയ്തില്ല, പിന്നെ നമുക്ക് 2 ദിവസം പഠിക്കാൻ തോന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് സ്കൂളും
ഈ ട്യൂഷൻ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് പഠിക്കുക. ഇനി ലാസ്റ്റിലേക്കൊക്കെയാണ് ഞാൻ പറയുന്നത്, അതായത് നിങ്ങൾ ഓൾറെഡി എല്ലാം സെറ്റാണ്, പഠിച്ച് സെറ്റാണ്, ജസ്റ്റ് നിങ്ങൾക്ക് ഇത്ര വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനാണെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച ഒക്കെ ലീവ് എടുത്ത് പഠിക്കുക. അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവണം എന്താണ് ഇക്കൊല്ലം നടക്കാൻ പോകുന്നത്. അല്ലാതെ വെറുതെ സയൻസ് എടുത്തിട്ട് തിരഞ്ഞെടുക്കുന്നതിനെക്കാട്ടും നല്ലത് വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് എടുത്തിട്ട് സിമ്പിളായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഇനി ഞാൻ പറയുന്നത് സ്കൂളുള്ള ഒരു ദിവസം, അതായത് ഞാൻ വീക്കെൻഡ്സിൽ നിന്ന് നമ്മൾ ഒരു വർക്കിംഗ് ഡേയിലേക്ക് കടക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഒരു കാര്യം പറയട്ടെ, സ്പെഷ്യൽ ക്ലാസ്സിന് പോകണോ ട്യൂഷന് പോകണോ എന്നുള്ളത് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. എവിടെയാണോ നിങ്ങൾക്ക് പുതിയ ടോപ്പിക് കിട്ടാൻ പോകുന്നത്, എവിടെയാണോ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ചാപ്റ്റേഴ്സിലൊക്കെ കടക്കാൻ പോകുന്നത്, അത് പ്രയോറിറ്റൈസ്ഡ് എടുക്കുക. അല്ലാണ്ട് ഒന്ന് മിസ് ചെയ്തിട്ട് രണ്ടും കൂടി മിസ് ചെയ്തിട്ട് ഒന്നും ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ വരരുത്. ഇനി ഈ വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഇത് എന്ന് വെച്ചാൽ 4:30 നിങ്ങൾ സ്കൂൾ വിടും, ഒരു 5:30-6 മണിക്ക് വീട്ടിലെത്തും, 1 മണിക്കൂർ ചിൽ ഔട്ട് ചെയ്യുക. എന്നിട്ട് സ്കൂളിൽ എന്താണോ പഠിപ്പിച്ചത് അതല്ലാതെ നിങ്ങൾ ട്യൂഷൻ അതിന് മുമ്പ് പഠിച്ച് തീർന്നിട്ടുണ്ടാവുമല്ലോ. ട്യൂഷനിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് പഠിപ്പിക്കുക, അതെനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ ട്യൂഷനിൽ പഠിപ്പിച്ച കാര്യങ്ങളും സ്കൂളിലത്തെ കാര്യങ്ങളും തമ്മിൽ ഒരു ഇതുണ്ടാവണം. അതായത് സ്കൂളിൽ നിന്ന് ഈ ഒരു ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് അല്ലെങ്കിൽ ലിവിങ് വേൾഡാണ് പഠിപ്പിച്ചെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൻ്റെ അതിൻ്റെ നോട്ട് എടുത്തിട്ട് അതൊന്ന് വെറുതെ റിവൈസ് ചെയ്ത് പോവുക. റിവിഷനാണ് വീട്ടിൽ നിന്ന് നടക്കേണ്ടത്, അല്ലാതെ വെറുതെ രണ്ടാമത് ഇരുന്ന് പഠിക്കല്ല. ഇനി ഞാൻ പറയുന്നത് ഓൺലൈൻ ക്ലാസ്, ഓഫ്ലൈൻ ക്ലാസ് ട്യൂഷന് പോകുന്ന കുട്ടികൾക്ക് അതൊക്കെ. ഇനി ഓൺലൈനിലുള്ള കുട്ടികളെന്ന് വെച്ചാൽ ബാക്ക്ലോഗ്സ് വെക്കാതെ ബാക്ക്ലോഗ്സ് തീർത്ത് മുന്നോട്ട് പോവുക. ബാക്ക്ലോഗ്സ് വന്ന പ്രശ്നമാണ്, അതെനിക്കറിയാം. എത്രയോ ബാക്ക്ലോഗ്സ് ഉണ്ടായിട്ടും ഗിവപ്പ് ചെയ്യാതെ പഠിച്ചിട്ട് മുന്നോട്ട് മാർക്ക് വാങ്ങുന്ന കുട്ടികളെ എനിക്കറിയാം. അപ്പം നമുക്ക് തന്നെ ഒരു പ്ലാൻ ഉണ്ടാവണം, ഇന്ന് ഇത്ര ക്ലാസ് തീർക്കും, അല്ലാതെ വെറും ക്ലാസ് ആയി പോരുത്. അത് ഒരു ദിവസം നമ്മളിരിക്കും ബാക്ക്ലോഗ്സ് ഒക്കെ തീർക്കാം. ചിലപ്പോൾ ബാക്ക്ലോഗ്സ് തീർത്ത് വെറുതെ ക്ലാസ് കണ്ടുപോകും, നോട്ടും ഉണ്ടാവില്ല, പഠിച്ചിട്ടും ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പോരുത്. സോ റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി കുറേ ആൾക്കാരുണ്ട് ലാസ്റ്റിലേക്ക് ട്യൂഷൻ സ്കിപ്പ് ചെയ്ത് കളയുന്നത്. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നന്നായി പഠിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാം അതിന് വിചാരിച്ച് ട്യൂഷൻ സ്കിപ്പ് ചെയ്ത്, ഞാൻ പല ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ലാസ്റ്റിലേക്കാണ് ട്യൂഷൻ ഏറ്റവും എഫക്റ്റീവ് ആവുക. ലാസ്റ്റ് മന്തിൽ ട്യൂഷന് പോയിട്ട് ഫുൾ A+ വാങ്ങിയ SLCയിൽ കുറേ ആൾക്കാർ എനിക്കറിയാം. അപ്പം ലാസ്റ്റിലാണ് ട്യൂഷൻ ക്ലാസ്സിൽ ഉള്ള PYQയും അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസും NCERT ഒക്കെ ഇട്ട് ചെയ്യിപ്പിച്ച് നമ്മളങ്ങ് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ആ സമയം ഒരു ഡിസംബർ ആവും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മിസ്സാവാൻ പോകുന്നത് അത്രയും ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പോൾ ആ പൈസ അവിടെ ഇല്ലാണ്ടായി. അപ്പോൾ അത് മനസ്സിലാക്കുക. അതിപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ കൂടി ആദ്യം നല്ല വൃത്തി കാണും, ലാസ്റ്റിലേക്ക് അങ്ങ് ഇല്ലാണ്ടായി പോകും. നമ്മളൊന്നും പഠിച്ചിട്ടില്ല, എനിക്ക് ആവുന്നില്ല എന്നൊക്കെ ഇതിൽ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാതെ രണ്ടും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം. അതിനുള്ള കാലിബർ നിങ്ങൾക്ക് ഉണ്ടാവണം. ഞാൻ പറയട്ടെ, ഒരു 6A+, 5A+ ഉള്ള കുട്ടികൾ അവരുടെ അമ്മ പറയും നിനക്ക് മാർക്കൊന്നുമില്ല, നീ ട്യൂഷന് പോയിക്കോ. അങ്ങനെയല്ല, മാർക്ക് ഉണ്ടാവുന്നത് നിങ്ങൾക്കാണ്. ആ ഒരു ഇതുണ്ടാവേണ്ടത് നിങ്ങൾക്കാണ്. അല്ലാണ്ട് അച്ഛനും അമ്മയും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നമുക്ക് തോന്നണം, അല്ലേ? എന്ത് ചെയ്യണം നമുക്ക് തോന്നണം, നമ്മളെ തന്നെ തോന്നിപ്പിക്കണം. അതായത് എന്തെങ്കിലുമൊക്കെ ലൈഫിലാവണം, അതായത് എന്തെങ്കിലുമൊക്കെ എനിക്കൊരു മാറ്റം വരുത്തണം. നമുക്ക് റീൽസിലൊക്കെ നമ്മൾ കാണും ഇങ്ങനെ 2036 ഞാൻ എൻ്റെ മറ്റേ സുപ്ര കാറ് മറ്റേ ലംബോർഗിനിയൊക്കെ എടുത്ത് ഇങ്ങനെ വരും. അപ്പോൾ നമ്മളത് ലൈക്ക് ചെയ്യും, മോട്ടിവേഷൻ. അതല്ലാതെ നമ്മൾ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തിരിഞ്ഞ് നമ്മൾ ലൈഫിലേക്ക് നോക്കിയാൽ നമ്മളൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ ഓഫ്ലൈൻ ആയിക്കോട്ടെ, സ്കൂൾ ഓഫ്ലൈൻ ട്യൂഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻ ടൈം ടേബിൾ ഉണ്ടാവണം. ഞാൻ പറഞ്ഞ ടൈം ടേബിൾ എന്ന് വെച്ചാൽ 6 മണിക്ക് എണീച്ചിട്ട് 6:15 വരെ ഫോൺ നോക്കും, 6:15 തൊട്ട് 6:20 വരെ പല്ല് തേക്കും, 6:20 തൊട്ട് 22 വരെ ഇത് ചെയ്യും. അങ്ങനെയല്ല, അത് ഭയങ്കര ബ്ലണ്ടർ മിസ്റ്റേക്കാണ്. ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലായൊരു കാര്യം വേണം. പെട്ടെന്നൊരു ഓവർനൈറ്റ് നമ്മൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി നാളെ ഞാൻ ഇത്ര 10 ചാപ്റ്റർ പഠിക്കും, നാളെ 5 ചാപ്റ്റർ പഠിക്കും, അങ്ങനെയല്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതാണ് റിമാർക്കബിൾ റിസൾട്ടിലേക്ക് എത്തുക. ഇന്നൊരു 2 മിനിറ്റോ ഒരു 5 മിനിറ്റോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് ചെയ്യാനുള്ളൊരു സംഭവം ഉള്ളിൽ നിന്ന് വരും. ഇന്ന് നമ്മൾ ഒക്കെ കൂടി പഠിച്ച് ഒന്നുമില്ലാണ്ടായി നാളെ നമുക്ക് എന്തോ ഒരു സ്ട്രെസ് ട്രോമയായിരിക്കും, ഇന്ന് അങ്ങനെ പഠിക്കാനാവില്ല എന്നുള്ള ഇതിൽ. അപ്പോൾ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ പൊട്ടൻഷ്യലും നമ്മളുടെ കാലിബറും നമ്മളുടെ ആ ഒരു അറ്റൻഷൻ, അതായത് ഇപ്പം 45 മിനിറ്റ് ഒരാൾക്ക് പഠിക്കാനൊക്കെ പറ്റൂ, അതൊക്കെ അനുസരിച്ച് വേണം നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കുക. സോ ഡിസിപ്ലിൻ, ടൈം ടേബിൾ, റിവിഷൻ, സോ ബാലൻസിങ് ടൈം മാനേജ്മെൻറ്റ്. ഇനി സ്കൂളിലെ ഫങ്ഷൻസും കാര്യങ്ങൾസൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പരിപാടികൾ പഠിക്കാനുള്ള കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാനുള്ളൊരു സംഭവം നിങ്ങൾക്ക് ഉണ്ടാവണം. സോ +1 ആണ്, ഫ്രഷേഴ്സ് ഡേ വരും, കലോത്സവം വരും, ഒക്കെ വന്നോട്ടെ. അതൊന്നും അല്ല, നിങ്ങളൊന്നും പഠിത്തം മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. രണ്ടും കൂടി ബാലൻസ് ചെയ്ത് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആവുക. അതായത് എനിക്ക് കുറേ ആൾക്കാരെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് നീറ്റിനും ജെയ്ക്കൊക്കെ ഇങ്ങനെ റിസൾട്ടൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുമ്പോൾ അവർക്ക് ഡാൻസൊന്നും കളിക്കാനാവുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല? അപ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ വെറും പഠിത്തമായി പോരുത്. അതായത് കുറച്ചെങ്കിലും നമുക്കൊരു എൻജോയ്മെൻറ്റ് വേണം,
കുറച്ചെങ്കിലും നമുക്ക് സോഷ്യലായിട്ട് ഒരു ഇടപഴകാൻ അറിയണം. അപ്പോഴാണ് നമ്മളൊരു ഹ്യൂമൻ ബീങ് ആവുന്നത്. വെറുതെ പഠിക്കാനാണോ നമ്മൾ ഈ ലോകത്ത് വന്നിട്ടുള്ളത്? അല്ല. എന്ന് വെച്ചിട്ടൊന്നും പഠിക്കാൻ നിൽക്കണം അല്ല. ഒരു ബാലൻസ്, ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്റ്റഡീസാണ് ഈ ഒരു ഏജിൽ. കാരണം അതാണ് നിങ്ങളെ സക്സസ്ഫുൾ ആക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ബ്രെയിനിന് കുറച്ചൊരു എൻജോയ്മെൻറ്റ് വേണം. പിന്നെ ഈ ഒരു ബാലൻസ്, ടൈം മാനേജ്മെൻറ്റ്, ഇതൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ്. സോ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കുറേ ആൾക്കാരുണ്ട് നാളെ സ്റ്റാർട്ട് ചെയ്യും. നാളെയല്ല, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് എന്താണോ പഠിക്കാനുള്ളത്, ഇന്ന് കുറച്ചേ പഠിക്കാനില്ലെങ്കിൽ കുറച്ച് പഠിച്ചാൽ മതി. അതായത് നമ്മളിരിക്കും നാളെ പുതിയതായിട്ട് കുളിച്ചിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അല്ല, ഇന്ന് ചിലപ്പോൾ 25 മിനിറ്റിൻ്റെ ഒരു ക്ലാസ് നമുക്ക് ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ ഒരു ചെറിയ നോട്ട് വായിക്കാനുണ്ട് ലാംഗ്വേജ്, നമുക്ക് ലാംഗ്വേജിൽ അതും കൂടി നാളെ അങ്ങ് പഠിച്ചേക്കാം. അല്ല, ഇന്ന് നമ്മൾ കുറച്ച് പഠിച്ചിട്ട് കിടന്നോ. അപ്പോൾ പിന്നെ ആ ഒരു ഭാഗ്യം തീർന്നു കിട്ടിയില്ലേ, പിന്നെ നാളെ നമുക്ക് അത്രയൊന്നും പഠിക്കേണ്ടി വരില്ല. സോ അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഞാനിതൊക്കെ പറഞ്ഞതായിക്കോട്ടെ, നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ട് പിന്നെ നിങ്ങളൊന്നും ചെയ്യൂല. ആ ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്തെടുക്കുക. ഡേ ബൈ ഡേ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതായത് ഇന്നൊരു 5 മിനിറ്റ് ചെയ്തു, ഇന്നൊരു 5 മിനിറ്റ്, എൻ്റെ അടുത്തൊരു ബുക്കുണ്ട് ആറ്റോമിക് ഹാബിറ്റ്സ്, 5 മിനിറ്റ് ഇന്ന് രാത്രി വായിച്ചു, നാളെ നമുക്ക് വായിക്കാൻ ഇത് വരും, മറ്റന്നാളൊരു 10 പേജ് ആവും. പിന്നെ നിങ്ങളൊരു റീഡറായി മാറും. അതുപോലെയാണ് ഒരു സ്റ്റുഡൻ്റായി മാറണമെങ്കിൽ കുറച്ച് ഇന്ന് കുറച്ച് പഠിക്കുക, നാളെ കുറച്ച് പഠിക്കുക. പക്ഷെ പഠിക്കണം. കൺസിസ്റ്റൻസി ഡസൻ മീൻ ദാറ്റ് ഇന്ന് ഇത്ര ഫുൾ പഠിച്ചു നാളെ ഇങ്ങനെ. ആ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സെയിം അല്ല. ഇന്ന് ഇത്ര പഠിച്ചാണ് നാളെ ചിലപ്പം കുറവ്, ഇന്ന് പഠിക്കുന്നില്ലെങ്കിൽ നാളെ ചിലപ്പം കൂടുതൽ. എന്ന് പഠിക്കുന്നുണ്ടോ, ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായിരുന്നു. ഇനി നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം എന്ത് ചൂസ് ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ദിസ് ഈസ് ഓൺലി എ ഗൈഡൻസ് ആസ് എ സീനിയർ ഓഫ് യോഴ്സ്. സോ ദാറ്റ്സ് ഇറ്റ്. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ടു യുവർ ലവ്ഡ് വൺസ്, യുവർ ഫ്രണ്ട്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ദിസ് ഇസ് മീ എസ്തെറ്റിക് മലയാളി സൈനിങ് ഓഫ്.